വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് നമ്മുടെ പരിസ്ഥിതി ദിനത്തിൻ്റെ ക്വിസിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ട് 3 കിടക്കുകയാണ്. അപ്പോൾ പാർട്ട് 3 കിടക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പാർട്ട് 2 നമുക്ക് അത്രയധികം റെസ്പോൺസസ് വന്നിട്ടുണ്ട്. വിന്നേഴ്സിൻ്റെ നെയിമും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഈ വീഡിയോ ഒന്നുണ്ട്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെ ഇരിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏതാണ്? ഏറ്റവും കൂടുതലായിട്ടുള്ള ഗ്യാസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അറ്റ്മോസ്ഫിയറിൽ ഏതാണ്? നൈട്രജൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ് നമുക്കറിയാം അല്ലേ? ഓസോൺ ലെയർ ആണ്, അഥവാ ഓസോൺ പാളിയാണ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏക നാഷണൽ പാർക്കായ ഇരവികുളം ഏത് അപൂർവ ജീവിയുടെ സംരക്ഷണത്തിനാണ് പേര് കേട്ടത്? ഏതാണ് അവിടെയുള്ള അപൂർവ ജീവി? നീലഗിരി താർ, വരയാട് അല്ലേ? അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വരയാടിനൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ. പശ്ചിമഘട്ടത്തെ, അതായത് വെസ്റ്റേൺ ഘട്ട് സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രശസ്തമായ കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? മാധവ് ഗാഡ്ഗിൽ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഫിഫ്ത്ത് വൺ. കേരളത്തിലെ ഒരേ ഒരു സിംഹവാലൻ കുരങ്ങുകളുടെ സംരക്ഷിത വന്യജീവി സങ്കേതം ഏതാണ്? സൈലന്റ് വാലിയാണ്. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞു അല്ലേ, സൈലന്റ് വാലി എവിടെയാണ്? നമ്മുടെ പാലക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്, സൈലന്റ് വാലി നാഷണൽ പാർക്ക്. ഓക്കെ, ഇനി സിക്സ്ത് വൺ. ഒരൊറ്റ മരത്തിൽ മാത്രം ജീവിക്കുകയും ദിവസത്തിൽ ഭൂരിഭാഗം സമയവും ഉറങ്ങിത്തീർക്കുകയും ചെയ്യുന്ന വംശനാശ ഭീഷണി നേരിടുന്ന സസ്തനി ഏതാണ്? ദിവസത്തിൽ ഭൂരിഭാഗം സമയം അതെന്താ ചെയ്യണ്ടാവുക? അത് ഉറങ്ങുകയാണ് ചെയ്യണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ഒരു സസ്തനി ഏതാണ്? സ്ലോത്ത് ആണ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. ഇനി സെവൻത്ത് വൺ. ലോകത്തിലെ ഏറ്റവും വലിയ സസ്തനി, ഏറ്റവും വലിയ ലാർജസ്റ്റ് മാമൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ബ്ലൂ വെയിലാണ്, നമ്മുടെ നീലത്തിമിംഗലമാണ്. ഓക്കെ, ഇനി എയ്ത്ത് വൺ. വംശനാശം സംഭവിച്ചു പോയ പണ്ട് മൗറീഷ്യസ് ദ്വീപുകളിൽ കാണപ്പെട്ടിരുന്ന പറക്കാത്ത പക്ഷി ഏതാണ്? പണ്ട് എവിടെ കാണപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്? മൗറീഷ്യസ് ദ്വീപുകളിൽ കാണപ്പെട്ടിരുന്നു. ഏതാണ് ആ പറക്കാത്ത പക്ഷി? ഏതാണ്? ഡോഡോ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആർക്കാണ്? നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, മണ്ണിൽ അലിഞ്ഞു ചേരാൻ 100 കണക്കിന് വർഷങ്ങൾ എടുക്കുന്ന ഭൂമിക്ക് ഏറ്റവും വലിയ ശാപമായ വസ്തു ഏതാണ്? ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പേര്, ക്വസ്റ്റ്യൻ നമ്പർ, പിന്നെ ഏതാണോ നിങ്ങളുടെ ആൻസർ, ആ ആൻസറും കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കമൻസ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിലെ കമൻസ് വായിച്ച് അതിൻ്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ, അതായത് നമ്മുടെ പാർട്ട് 2 വിന്നേഴ്സിനെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പാർട്ട് കണ്ടവർക്കറിയാം ആ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ എത്ര വർഷം കൂടുമ്പോഴാണ് നീലക്കുറിഞ്ഞി ധാരാളമായി പൂക്കുന്നത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. എത്ര വർഷം കൂടുമ്പോഴാണ്? 12 വർഷം കൂടുമ്പോഴാണ് എന്നുള്ളതാണ് ആൻസർ. അതേപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എന്ത് വരും? നമ്മുടെ പെരിയാർ വരും അല്ലേ? അപ്പോൾ രണ്ട് ആൻസേഴ്സും കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് ആരുടെയാണ്? ശിവാനിയുടെയാണ്. അതായത് ഫസ്റ്റ് നമ്മൾ ആൻസർ ചെയ്തിട്ടുള്ളത് ശിവാനിയാണ്. ഫസ്റ്റ് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുള്ളത് ശിവാനിയാണ്. ശിവാനിക്ക് ഒരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ. ശിവാനി എൻ്റെ അടുത്ത് പേര് കാണിക്കോ, താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശിവാനിക്ക് ഒരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. ഇനി നെക്സ്റ്റ് നോക്കിയും കുറേ പേര് അതിനോടൊപ്പം തന്നെ ശിവാനി അതായത് കറക്റ്റ് ആൻസർ ഇട്ടതിനോടൊപ്പം തന്നെ വന്നിട്ടുള്ള കുറേ റെസ്പോൺസസ് ഉണ്ടായിരുന്നു. ആ റെസ്പോൺസസ് നോക്കി ഷഹമ ഫാത്തിമ രണ്ടും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അർച്ചിത സി എസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്തിട്ടുള്ളത് പെരിയാർ അല്ലേ. ഇനി ആരാണ്? മാളവിക. ഓക്കെ, മാളവികയും പെരിയാർ തന്നെയാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യന് തന്നെയാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിയോണ എന്നാണെന്ന് തോന്നുന്നു പേര് കുട്ടിയുടെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ നമ്പറും പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ആൻസറും പേരും അങ്ങനെ വേണം കൊടുക്കാനായിട്ട് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ കൂടിയും ഒന്ന് ആഡ് ചെയ്യാനായിട്ട് അടുത്ത പ്രാവശ്യം മുതൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ആരാണ്? നിരഞ്ജന ടി. 2 ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിട്ടുണ്ട്. 17ൻ്റെ ആൻസർ എന്തായിരുന്നു? 12 വർഷം കൂടുമ്പോൾ അല്ലേ, 12 ഇയേഴ്സ് ആയിരുന്നു. ദെൻ 18ാമത്തെ ആൻസർ എന്തായിരുന്നു? പെരിയാർ ആയിരുന്നു. ഇനി ജസ ഫാത്തിമയും 2 ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് ടു ഓൾ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ഇനിയും ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. പിന്നെ ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനിയും കാണാം കേട്ടോ. അപ്പോൾ താങ്ക് യു.